ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ധന്യനായ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയോട് പറയുന്നൊരു ആത്മീക സന്ദേശമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയിൽ പൗലോസ് ആദ്യമായി സ്ഥാപിച്ച സഭയാണ് ഗലാത്യ സഭ. ഈ സഭയ്ക്കകത്ത് സ്തോത്രം യഹൂദരായ ആൾക്കാർ കയറി ഈ സഭയ്ക്കകത്ത് ന്യായപ്രമാണം കൊണ്ട് സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. സഭയ്ക്കകത്തുള്ളവർ പരിച്ഛേദന ഏൽക്കണമെന്നും സ്തോത്രം അവർക്ക് ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളിലേക്ക് വരണമെന്ന് സ്തോത്രം പഠിപ്പിക്കുവാനിടയായി. ഇത് പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് ആ സഭയോട് ചോദിക്കുന്ന ചോദ്യം ഗലാത്യ ലേഖനത്തിൻ്റെ എല്ലാ അധ്യായങ്ങൾക്കകത്തുമുണ്ട്. 1-ാം അധ്യായം ഒന്നെടുത്ത് ഗലാത്യ ലേഖനം ഈ വാക്യത്തിലേക്ക് വരാൻ പോവുക. 1-ാം അധ്യായം സ്തോത്രം 6-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പൗലോസ് ചോദിക്കുകയാണ്, ഇത്ര വേഗം നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് പോയോ? എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, അത് വേറൊരു സുവിശേഷം എന്നല്ല, അല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്ന്. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയാൻ ശ്രമിക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് അതിന് താഴത്തെ വാക്യം കൂടെ, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം പൗലോസ് പഠിപ്പിച്ചതിന് വിരോധമായി ആ സഭയ്ക്കകത്ത് ചിലർ കയറി പരിച്ഛേദനയും ന്യായപ്രമാണവും ഒക്കെ പഠിപ്പിക്കാനിടയായി. സ്തോത്രം. യോഹന്നാൻ പറയുന്നുണ്ട്, ന്യായപ്രമാണം ലഭിച്ചത് മോശ മുഖാന്തരമാണ്, കൃപയും സമാധാനവും ലഭിച്ചത് യേശുക്രിസ്തു മുഖാന്തരമാണ്. സ്തോത്രം. അപ്പം ന്യായപ്രമാണത്തിൻ്റെ വക്താവ് മോശയാണ്. മോശയത് പ്രാപിക്കാൻ പർവ്വതത്തിൽ കയറി ചെന്നു. ദൈവം ഈ കൃപയുടെ പ്രമാണം കൊണ്ട് ഇറങ്ങി വന്നു താഴോട്ട്. സ്തോത്രം. അപ്പം ഗലാത്യ സഭയ്ക്കകത്ത് ഇങ്ങനെ ഉടനെ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്? നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായി ഇരിപ്പാൻ കഴിയത്തില്ല. നിങ്ങളോർത്ത് നോക്കിയാൽ, നിങ്ങൾ മനുഷ്യരെയാണോ സന്തോഷിപ്പിക്കുന്നത്? ദൈവത്തെ? ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയാ സന്തോഷിപ്പിക്കുന്നത്? നിങ്ങൾ സ്വയം ചോദിച്ച്, മനുഷ്യരെയാണോ ദൈവത്തെയാണോ? മനുഷ്യരെന്തോ പറയും, മനുഷ്യരെന്തും പറയട്ടെ, പക്ഷെ നമ്മുടെ ഒറ്റ ലക്ഷ്യം ദൈവം നമ്മളിൽ പ്രസാദിക്കണം, ദൈവത്തെ സന്തോഷിപ്പിക്കണം. സ്തോത്രം. ചുരുക്കി പറയാം, ന്യായപ്രമാണത്തിൻ്റെ അതുകൊണ്ടാണ് പൗലോസ് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, 3-ാം അധ്യായം 1-ാം വാക്യം, ദൈവത്തിന് സ്തോത്രം, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ചുമ്മാ വിളിക്കല്ല, ബുദ്ധിയില്ലാത്തെന്ന് വിളിക്കല്ല, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ആ പഞ്ചിലൊന്ന് വായിച്ചു ഒന്നുകൂടെ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. നിങ്ങളെ ഈ സഡേഷനിൽ എത്തിച്ച ആരാ? ചിലരെ കണ്ടിട്ട് ഓപ്പറേഷനൊക്കെ ഇങ്ങനെ സ്തോത്രം അനസ്തീഷ്യ കൊടുത്തിട്ട് സ്തോത്രം ഉണന്നോന്നറിയുന്നത് എങ്ങനെയാ? ഭർത്താവിനെ കൊണ്ട് നിർത്തിയത് ആരാന്ന് ചോദിക്കുമ്പം സ്ത്രീ പറയുക, നിങ്ങളോ? ആരാ? കുറച്ചു നേരം കഴിയുമ്പം പറയാം, എൻ്റെ വാവിച്ചാനാണ്. ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക്. ചിലരിപ്പോഴും ഒരു വല്ലാത്ത സഡേഷനില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാണിച്ചിരിക്കെ, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഞങ്ങൾ എല്ലാവരും വരച്ചോണ്ടിരിക്കുക, എന്നിട്ടും നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. സ്തോത്രം. ഇവരങ്ങോട്ട് ന്യായപ്രമാണം അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി, പരിച്ഛേദന അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി.
അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ എഴുതി വെച്ചത്, ദൈവത്തിൽ മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി, യേശു നമുക്ക് വേണ്ടി ശാപമായി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സഭ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, കൃപയുടെ കീഴിലാണ്. എന്നിട്ട് എഴുതിയിരിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. നിങ്ങൾ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കണം. എന്തിനാ? അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ.